കോട്ടെ ആൻഡ് കൊച്ചി. പടത്തിൻ്റെ പേരും അതായത് റാഫി നാദൃശ്യ കൂട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കോമഡി പടം കൂടുതൽ പ്രതീക്ഷിക്കും. കോമഡി ഇല്ലെന്നല്ല, സെക്കൻഡ് ഹാഫൊക്കെ അത്യാവശ്യം കോമഡി ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഫുൾ കോമഡി പടമല്ല. അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അതായത് കൊച്ചിയിൽ നടക്കുന്ന ഡ്രഗ് മാഫിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പടം മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫാണ് ഈ പടത്തിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ശരിക്കും കയറി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലൈമാക്സ് ആയപ്പോൾ റിയാസ് ഖാൻ ഇതിൽ അടിച്ച് കയറി വന്നിട്ടുണ്ട്. പുള്ളി നല്ല രസമായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ മറ്റേ അർജുൻ അശോകന്റെ രോമാഞ്ചത്തിന്റെ റെഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, കോമഡിയേക്കാളും ത്രില്ലിങ്ങിനാണ് പ്രാധാന്യം. അതായത് ഒരു കോമഡി പടത്തിന് ഞാൻ പറഞ്ഞില്ലേ, റാഫി നാദൃശ്യ കൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഒരു കോമഡി പടമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവർ ട്രാക്ക് മാറ്റി, അവര് മൊത്തത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഓരോ സെക്കൻഡുകൾ ഇനി എന്ത് എന്നുള്ള അത് സെക്കൻഡ് ഹാഫ് ഒക്കെ ശരിക്കും നമുക്ക് തോന്നിയത് പ്രേക്ഷകരെ പിടിച്ചിരുത്തി. അപ്പൊ എന്തായാലും വാച്ചബിൾ എനിക്ക് തോന്നി. തിയേറ്ററിൽ കണ്ടോ നല്ലോണം.